മക്കളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മളിതാ എല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ജെറൂസലേമിലെ എല്ലാ പ്രേക്ഷിതരും, എല്ലാ ശുശ്രൂഷകരും, അപ്പസ്തോലന്മാരും, സഹനപ്പൂക്കളും, ഓരോ ദൈവജനവും വചനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വചനം നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കും. വചനം നമുക്ക് അധോഗതി ഉണ്ടാകുകയില്ല. ഇതാ വചനം നമ്മുടെ പക്കലേക്ക് കടന്നു വരികയാണ്. സുഭാഷിത പുസ്തകം 4-ാം അധ്യായം 20-22 വാക്യങ്ങൾ. മകനെ, എന്റെ വാക്ക് ശ്രദ്ധിക്കുക, എന്റെ മൊഴികൾക്ക് ചെവി തരിക. അവ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്നും മായാതിരിക്കട്ടെ. എന്തെന്നാൽ അവ നമ്മുടെ ജീവിതത്തിന് ജീവൻ തരുന്നതും ശരീരത്തിന് ഔഷധവുമാണ്. എന്ന് പറഞ്ഞാൽ ദൈവവചനം ഉൾക്കൊള്ളുന്നവർക്ക് ജീവനും ഔഷധവുമായിട്ടാണ് വചനം നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്നത്. പല വിധത്തിലുള്ള രോഗങ്ങളും രോഗപീഠകളായിട്ടൊക്കെ ഇരിക്കുന്നവരില്ലേ? തല പൊട്ടിപ്പൊളിയുന്ന വേദന, തലവേദന, തല വലിച്ചിൽ, മൈഗ്രെയിൻ, ഇപ്രകാരമുള്ളവരിലേക്ക് വൈദ്യനായ ഔഷധമായി ഈശോയെ വന്ന് സ്പർശിക്കണമേ. കണ്ണിലെ വേദനയുള്ളവര്, കണ്ണിന് കാഴ്ചയില്ലാത്തവര്, അതുപോലെ തന്നെ കണ്ണിന് തിമിരം ബാധിച്ചവര്, വെള്ള എഴുത്തുള്ളവര്, അവരിലേക്ക് കർത്താവ് നീ ഇപ്പോൾ കടന്നു വരണം. അവരെ തൊട്ട് നീ സ്പർശിച്ച് സൗഖ്യം നൽകണമേ. മാത്രമല്ല, അസ്ഥി സംബന്ധമുള്ള രോഗമുള്ളവര്, നട്ടെല്ല് സംബന്ധമുള്ള രോഗമുള്ളവര്, നട്ടെല്ലിന് തേയ്മാനമുള്ളവര്, ഡിസ്ക് കംപ്ലൈന്റ് ഉള്ളവര്, തളർവാദ രോഗികള്, ഇങ്ങനെയുള്ളവരിലേക്ക് കർത്താവ് നീ കടന്നു വന്ന് നീ സുഖപ്പെടുത്തണമേ. വൈദ്യനായ ഔഷധമായി വചനം നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതവസ്ഥയിലുള്ളവരിലേക്കും വചനത്തിന് കടന്നു വരാൻ സാധിക്കും. വിദേശത്തേക്ക് പോകാൻ സാധിക്കാതെ മാനസികമായ വ്യഥ അനുഭവിക്കുന്നവരുണ്ട്. IELTS, OET, കാറ്റക്സ്, B2 പരീക്ഷകളൊക്കെ എഴുതിയിട്ട് പല പ്രാവശ്യം പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവരുണ്ട്. ഈശോ നിന്റെ പക്കലേക്ക് കടന്നു വരികയാണ്. നീ കാണുന്നില്ലേ? വചനമാകുന്ന യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. 2 പ്രാർത്ഥനകൾ എൻ്റെ മക്കൾ ഹൃദ്യസ്ഥമാക്കാനായിട്ട് ദിവ്യകാരുണ്യനാഥൻ കുരിശിലെ ഈശോ നമ്മോട് പറയുന്നു. 1, ദിവ്യ വൈദ്യനും ഔഷധമായ യേശുവേ എന്നിൽ വന്ന് നിറയണമേ, പൂർണ്ണമായി സുഖപ്പെടുത്തണമേ. 2ാമത്തെ പ്രാർത്ഥന, യേശുവിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മ നിറയ്ക്കണമേ, അത്ഭുത സൗഖ്യം തരണമേ. ഈ പ്രാർത്ഥനകൾ അനേകായിരങ്ങൾക്ക് സൗഖ്യം നൽകിയ പ്രാർത്ഥന ഇന്ന് എൻ്റെ മക്കൾക്കായി നൽകുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ. ദിവ്യ വൈദ്യനും ഔഷധവുമായ യേശുവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളുടെ മേലും, ഇത് ഷെയർ ചെയ്യുന്നവരുടെ മേലും അത്ഭുത സൗഖ്യം, അത്ഭുത വിടുതൽ, അത്ഭുത രക്ഷ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.